നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഇരവിപുരം MLA ശ്രീ M. നൗഷാദ് അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സോ അദ്ദേഹത്തെ ഈ ഒരു പോഡിയത്തിലേക്ക് നമുക്ക് നല്ലൊരു കൈയടി കൊടുത്ത് തന്നെ ഇൻവൈറ്റ് ചെയ്യാം. അവിടെ ക്ലിയർ ആണല്ലേ? വന്നായിരുന്നോ? ബഹുമാന്യായ അധ്യക്ഷൻ, സൗത്ത് വെസ്റ്റിന്റെ ചെയർമാൻ ശ്രീ ബിനു പി, സ്വാഗതം ആശംസിച്ച MD ബിനു ശിവദാസ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, രക്ഷകർത്താക്കളെ, സൗത്ത് വിഷന്റെ സ്റ്റുഡൻറ് സ്റ്റാർ അവാർഡാണ് അല്ലേ 2025. എത്ര വർഷമായി തുടങ്ങിയിട്ട്? ആദ്യമായിട്ട് തുടങ്ങിയതാണോ? ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ഇത് സംസ്ഥാനത്തൊട്ടാകെ എല്ലാ ജില്ലകളിലും സംഘടിപ്പിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം സംസ്ഥാനമൊട്ടാകെ ഇത് സംഘടിപ്പിച്ച് വരുമ്പോൾ, അത് പൂർത്തിയാകുമ്പോൾ ഏകദേശം ഒരു 1.5 കോടി രൂപ ചെലവുണ്ടാകും. അതിൽ കുറച്ച് സ്പോൺസർഷിപ്പൊക്കെ കിട്ടും, ബാക്കി സംഘാടകരുടെ കൈകളിൽ നിന്നാണ് ഇത് നൽകുന്നത്. കേരളത്തിൽ ഇപ്പോൾ നിങ്ങളെല്ലാം SLCക്കും +2നും ഒക്കെ ഫുൾ A+ വാങ്ങിച്ചവരാണ്. അപ്പോൾ എല്ലാവരുടെയും വിദ്യാർത്ഥികളുടെ എല്ലാം ഒരു പൊതു ധാരണ, അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു പൊതുധാരണ, ഇപ്പോൾ പൊതുവെ പറയപ്പെടുന്ന കേരളം കൊള്ളില്ല, എല്ലാവരും എങ്ങോട്ട് പോകുന്നെന്നാണ് പറയുക, എല്ലാവരും അങ്ങ് വിദേശത്തേക്ക് പോകുന്നു എന്നാണ് പറയപ്പെടുന്നത്. കണക്ക് പ്രകാരം അത് സത്യവുമായി അതിന് യാതൊരു ബന്ധവുമില്ല. കേരളത്തിൽ നിന്ന് തൊഴിൽ തേടി മറ്റ് സംസ്ഥാനങ്ങളിൽ, മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നത് ആദ്യമായിട്ടല്ല. പതിറ്റാണ്ടുകൾക്ക് മുമ്പേ തൊഴിൽ തേടി പോകുമായിരുന്നു. ഞാൻ ആ പറയുന്ന വാക്ക് ഒന്ന് ശ്രദ്ധിക്കാം, തൊഴിൽ തേടി പോകുമായിരുന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ സിംഗപ്പൂര്, മലേഷ്യ, കൊളംബോ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലേക്കായിരുന്നു മലയാളികൾ തൊഴിൽ തേടിപ്പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പേർഷ്യയായി, ആ പേർഷ്യയാണ് പിന്നെ ഗൾഫായി മാറി. അതിനോടൊപ്പം മലയാളികൾ തൊഴിൽ തേടി ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പോകുമായിരുന്നു. ഇന്ത്യക്കകത്ത് മലയാളികൾ പോകുമായിരുന്നു. ഏതൊക്കെ സ്ഥലങ്ങളാണ് എന്ന് പുതിയ തലമുറയാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്, ചോദിച്ചാൽ അവർക്കറിയില്ല. ഇന്ത്യക്കകത്ത് തൊഴിൽ തേടി പോകുന്നത് ബോംബെ, മദ്രാസ്, കൽക്കത്ത, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു. അതെല്ലാം തൊഴിൽ തേടി പോവുകയായിരുന്നു. പക്ഷെ ഇന്ന് കേരളം, അന്ന് കേരളം കൊള്ളില്ല എന്നൊന്നും ആരും പറഞ്ഞില്ല. പക്ഷെ ഇന്നത്തെ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, കൃത്യമായി ഇടക്കാലത്ത് ഈ ഗൾഫിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന അളവിൽ ഇന്ന് വിദേശത്തേക്കാരും ആ അളവിൽ പോകുന്നില്ല. പോകുന്നുണ്ട്, ആ അളവിൽ പോകുന്നില്ല. ഗൾഫിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നവരെല്ലാം SLC പോലും പാസ്സാകാത്തവരും അല്ല, 5ാം ക്ലാസ് പാസ്സായവരും ഗൾഫിലേക്ക് പോയിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയുള്ള ഒരാളും ഗൾഫിലേക്ക് പോകുന്നില്ല. കാരണം മിനിമം SLC എങ്കിലും പാസ്സാകാത്തവരായി കേരളത്തിൽ ആരുമില്ല. പോകുന്നവരെല്ലാം തൊഴിൽ കിട്ടിപ്പോകുന്നവരാ. അതാ വ്യത്യാസം. തൊഴിൽ കിട്ടിപ്പോകുന്നവരാണ് മഹാഭൂരിപക്ഷവും. അതുപോലെ
ഇന്ന് ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് പോകുന്നു. പക്ഷെ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഏതെങ്കിലും മലയാളി തൊഴിൽ തേടി പോകുന്നുണ്ടോ? ബോംബെക്കോ കൽക്കത്തയ്ക്കോ മദ്രാസിലോ ജോലി തേടി ആരെങ്കിലും പോകുന്നുണ്ടോ? ഒരാളും പോകുന്നില്ല. എന്ന് മാത്രമല്ല, ഇന്ന് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലുള്ളവർ, മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ തൊഴിൽ തേടി വരുന്ന സ്ഥലമേതാ? ഇനി നമ്മളതിനെ അതിഥി തൊഴിലാളികളെന്നാണ് പറയുക. അവർ തൊഴിൽ തേടി വരുന്നത് കേരളത്തിലേക്കാണ്. മുമ്പ് കേരളത്തിൽ നിന്ന് അങ്ങോട്ടായിരുന്നു എങ്കിൽ ഇന്ന് കേരളക്കാർക്കുൾപ്പെടെ അഭയം നൽകിയിരുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ഉൾപ്പെടെ ഇന്ന് തൊഴിൽ തേടി വരുന്ന സ്ഥലം കേരളമാണ്. അപ്പോൾ ആ കേരളത്തെയാണ് കൊള്ളില്ല എന്ന് പറയുന്നത്. പക്ഷെ ഇനി വിദേശത്തേക്ക് പോകുന്നവർ, പഠിക്കാനായി പോകുന്നവർ, അവിടെ പാർട്ട് ടൈം ജോലി ചെയ്യും അല്ലേ? ആ പാർട്ട് ടൈം ജോലി എന്താണെന്നൊക്കെ നമുക്കറിയാമല്ലോ. അവിടെ പോയിട്ട് പഠനത്തോടൊപ്പം ചെയ്യുന്ന പാർട്ട് ടൈം ജോലി ചെയ്ത് പഠനം നടത്തുന്നു. പക്ഷെ അല്ലാതെ വിദേശത്തേക്ക് പോകുന്നവരെല്ലാം ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവരാണോ? പ്രൊഫഷണലുകളായാലും അക്കാഡമിക് വിദ്യാഭ്യാസം നേടിയവരായാലും ഒക്കെ തന്നെ അത് നേടിയിട്ടാണല്ലോ പോകുന്നത്. അവരെ അതിന് പ്രാപ്തരാക്കിയ നാടേതാ? വിദേശങ്ങളിൽ പോയി തൊഴിൽ ചെയ്യാൻ അവരെ പ്രാപ്തരാക്കിയ നാട് കേരളമല്ലേ? ഈ കേരളമാണ് അവരെ അതിനെ സജ്ജരാക്കിയത്. ഇപ്പോ നഴ്സുമാര് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള നഴ്സുമാർ എവിടെ ഉള്ളവരാ? ലോകത്ത് എവിടെയും ഡിമാൻഡുള്ള നഴ്സുമാർ, ലോകത്ത് മലയാളികളായ നഴ്സുമാർ ജോലി ചെയ്യാത്ത ഒരു നാടും ലോകത്തില്ല. എവിടെ ചെന്നാലും ഉണ്ട് അല്ലേ? അമേരിക്കയിലായാലും UK ഓസ്ട്രേലിയയിലായാലും ഒക്കെ തന്നെ മലയാളി നഴ്സുമാരുണ്ട്. അപ്പോൾ അവർ അവിടെ പോയി പഠിച്ച് നഴ്സുമാരായി ജോലി നേടിയവരാണോ? അല്ല. ഇവിടെ പഠിച്ച് അവിടെ തൊഴിൽ നേടിയവരാ. അപ്പൊ ആ തൊഴിൽ നേടാൻ അവരെ പ്രാപ്തരാക്കിയ നാടേതാ? അതും ഈ കേരളമാണ്. ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ നന്മ കാണാതെ പോകണ്ട. ഇപ്പൊ നമ്മുടെ നാട്ടില് ലോകത്തെ വിറപ്പിച്ച കോവിഡ് കാലഘട്ടത്തിൽ ലോകത്ത് സ്റ്റേറ്റ്സിലായാലും അല്ലേ, അമേരിക്കയിലായാലും സ്വിറ്റ്സർലൻഡിലായാലും ഓസ്ട്രേലിയയിലായാലും UK അവിടെ എല്ലാം ഉള്ളവർക്ക് കോവിഡ് കാലഘട്ടത്തിൽ എവിടെ എത്തിയാൽ മതിയായിരുന്നു? എങ്ങനെയെങ്കിലും അങ്ങ് കേരളത്തിലെത്തിയാൽ മതിയായിരുന്നല്ലോ അല്ലേ? അപ്പൊ ലോകത്തെ ഏറ്റവും സേഫ് സോൺ ഏത് നാടാ? കേരളമാണ്. അത് നമ്മുടെ നാടാണ്, മറന്നു പോകരുത്. ഞാൻ പറഞ്ഞ നാടിൻ്റെ നന്മ മറക്കരുത് എന്ന് മാത്രമേ പറഞ്ഞതിലുള്ളൂ. നിങ്ങളെല്ലാം ഇപ്പോൾ SLC+2കാരാണല്ലോ. ഇപ്പോൾ വിദേശത്തേക്ക് തൊഴിലെടുക്കുന്ന അല്ലെങ്കിൽ അവിടെ പോയി ഫാമിലി ആയിട്ട് താമസിക്കുന്ന ആൾക്കാർ, ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടുള്ളവരുണ്ടാകുമല്ലോ. അപ്പോൾ അവരോട് അവിടെ ഏറ്റവും കൂടുതൽ ചെലവ് എന്തിനാന്ന് ചോദിക്കണം. ഏറ്റവും കൂടുതൽ അവരവിടെ തൊഴിലെടുക്കുന്നു, സമ്പാദിക്കുന്നു അല്ലേ? അവിടെ അവരുടെ വരുമാനത്തിൻ്റെ പ്രധാന ഭാഗം ചെലവഴിക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഏറ്റവും കൂടുതൽ ചെലവ് വിദ്യാഭ്യാസത്തിനാണ്, ആരോഗ്യ മേഖലയ്ക്കാണ്, ചികിത്സയ്ക്കാണ്, ആശുപത്രിയിലാണ്. അവിടെ ആശുപത്രി ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ മാസങ്ങളെടുക്കും അല്ലേ? കേരളത്തിലോ അരമണിക്കൂർ വൈകിയാലുണ്ടാകുന്ന അല്ലേ, അരമണിക്കൂർ വൈകിയാലുണ്ടാകുന്ന കോലാഹലങ്ങൾ നമുക്കറിയാം. അപ്പോൾ ആ നന്മ കാണാതെ പോകരുത്. ഇവിടെ ഇപ്പോൾ +2 വരെ പഠിക്കുന്നവർക്ക്, നിങ്ങൾ +2കാരായതുകൊണ്ടാണ്, +2 വരെ പഠിക്കുന്നവർക്ക് ആ പഠന സൗകര്യം ഇന്ന് ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ സൗജന്യമായി ലഭിക്കുന്നത് ഇന്ന് കേരളത്തിലാണ്. പക്ഷെ നമ്മളതൊന്നും കാണുന്നില്ല, മനസ്സിലാക്കുന്നില്ല.
അതുപോലെ പ്രോത്സാഹനം നൽകുന്നതിൽ, ഇപ്പോൾ ആ പ്രോത്സാഹനം നൽകുന്നതിൽ മറ്റുള്ളവരുടെ കഴിവുകളെ അംഗീകരിക്കുകയും അവരെ ആദരിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നാടും കേരളമാണ്. ഈ കൊച്ചു കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഇപ്പോൾ സൗത്ത് വിഷൻ സ്റ്റുഡൻറ് സ്റ്റാർ അവാർഡ് ഇല്ലേ, ഉണ്ടല്ലോ. നാട്ടിലെ എല്ലാ ക്ലബ്ബുകാരും, മിക്കവാറുമുള്ള എല്ലാ ക്ലബ്ബുകാരും അവരുടെ പ്രദേശത്തുള്ളവരെ വിളിച്ച് ആദരിക്കത്തില്ലേ? റെസിഡൻസ് അസോസിയേഷൻകാർ ആദരിക്കത്തില്ലേ? എല്ലാം പ്രോത്സാഹനമാണ്. അതുപോലെ തന്നെ ഈ കൊച്ചു കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ചാരിറ്റി പ്രവർത്തനം നടക്കുന്നത്. ആ ചാരിറ്റി പ്രവർത്തനം മറ്റുള്ളവൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് തങ്ങളാൽ കഴിയുന്ന തരത്തിൽ അവരെ സഹായിക്കാൻ മനസ്സുള്ളവരുടെ നാടാണ് കേരളം. ഞാനത് സൂചിപ്പിച്ചത് കേരളം മോശമാണെന്ന്, ഇവിടെ ആർക്കും രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞുള്ളൊരു പ്രചാരണം ഈ ന്യൂ ജനറേഷൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ കടത്തി വിടുന്നുണ്ട്. അതുകൊണ്ടാണ് കൂടുതലും ന്യൂജനാണല്ലോ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവർ. അതുകൊണ്ട് തന്നെ ഒരു മറുഭാഗം ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് മനുഷ്യൻ്റെ പ്രധാനമായും വിദ്യാഭ്യാസം വേണം, ആരോഗ്യമുള്ള ആളായിരിക്കണം, അല്ലേ? വിദ്യാഭ്യാസമുള്ള ആളായിരിക്കണം, ആരോഗ്യമുള്ള ആളായിരിക്കണം, ഭക്ഷണം ലഭിക്കണം, പാർപ്പിടം ഉണ്ടാകണം. ഇത് സഫിഷ്യൻ്റായി ലഭിക്കുന്ന നാടാണ് കേരളം. ഇവിടെ അതിദരിദ്രരില്ലാത്ത സ്റ്റേറ്റാണ് കേരളം. ദരിദ്രരുണ്ടാകും, അതിദരിദ്രർ ഇല്ലാത്ത സ്റ്റേറ്റാണ്. ഇവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവൻ, അത് എൻ്റെ വ്യാഖ്യാനമാണ്, VIP. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവൻ VIP. ഇപ്പം അതിദരിദ്രർ നമ്മൾ കണ്ടെത്തി, കേരളത്തിൽ 64,006 പേരെ കണ്ടെത്തിയിരുന്നു. അതിൽ ഇപ്പോൾ ഒരു 5,000 പേര് കുറഞ്ഞിട്ടുണ്ട്. ഈ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുകയും മരണമടയുകയൊക്കെ ചെയ്തിരുന്നവരെ ഒഴിവാക്കിയിട്ട് അത് കുറഞ്ഞു. ഈ അതിദരിദ്രരായിട്ടുള്ള കണ്ടെത്തിയവർക്കുള്ള പ്രത്യേകത എന്താ? അവർക്ക് ഭക്ഷണം, മരുന്ന് എല്ലാം എവിടെ കിട്ടുമെന്നറിയോ? വീട്ടിൽ കിട്ടും. അതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. ബാക്കിയുള്ളവരെല്ലാം പണിയെടുത്ത് അവരവർ അധ്വാനിച്ച് അല്ലെ അവരവർ പാചകം ചെയ്ത് കഴിക്കണം. പക്ഷേ ഈ അതിദരിദ്രരായിട്ടുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം അവിടെ കിട്ടും. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. കോവിഡ് കാലഘട്ടത്തിൽ കോവിഡ് വന്നായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? ആംബുലൻസ് വരുന്നു, കൊണ്ടുപോകുന്നു, ക്വാറന്റൈനിലാക്കുന്നു, ചികിത്സിക്കുന്നു, തിരിച്ചുവിടുന്നു. അപ്പോൾ ഈ നന്മകൾ കാണാതെ പോകരുത് എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്. ഇപ്പോൾ കേരള വിഷൻ്റെ അല്ലേ കേരള വിഷൻ്റെ സൗത്ത് വിങ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ നോട്ടീസ് കണ്ടപ്പോഴേ ഞാനപ്പോൾ തിരിഞ്ഞു നോക്കിയത്. ഇപ്പം കേരള വിഷൻ അവരുടെ വരിക്കാരിൽ നിന്നും, വരിക്കാരായിട്ടുള്ളവരുടെ മക്കളിൽ ഫുൾ A+ നേടിയവരെ വിളിക്കുന്നു, അവർക്ക് അവാർഡ് കൊടുക്കുന്നു. അവാർഡ് മൊമെൻ്റോ മാത്രമല്ലല്ലോ, ക്യാഷ് അവാർഡും കൊടുക്കുന്നില്ലേ? പെർ ഹെഡ് എത്ര ഉണ്ട്? ഒരാൾക്ക് എല്ലാം നിങ്ങൾ ഒരേ കവറെടുത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഇങ്ങനെ കൂപ്പണാണ്, ഗിഫ്റ്റ് കൂപ്പണാണ്. അപ്പോൾ അതിൽ ഇവർക്കിപ്പം ഈ ഇപ്പം സോളാറാണല്ലോ, സോളാർ വെക്കുന്ന ഏർപ്പാടും കൂടെ ഉണ്ട്. ആ വരിക്കാർ സോളാർ വെക്കുകയാണെങ്കിൽ 15,000 രൂപയുടെ ഡിസ്കൗണ്ട് ഇവരിൽ നിന്നും, സാധാരണ ചിലവാകുന്നതിൽ നിന്നും 15,000 രൂപയുടെ ഡിസ്കൗണ്ടും ലഭിക്കുന്നുണ്ട്. സോളാർ ആരെയും നിന്ന് എടുത്താലും ഏകദേശം ഒരേ റേറ്റാണ്. അപ്പോൾ ഇവരെയും നിന്ന് എടുത്താൽ 15,000 രൂപ കുറഞ്ഞ് കിട്ടും. അപ്പോൾ ആ തരത്തിൽ അപ്പോൾ കേരള വിഷൻ്റെ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാനലാണ്, കോർപ്പറേറ്റ് ചാനലല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള കേബിൾ നടത്തിയിരുന്നവരെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് കേരളത്തിൻ്റെ ഒരു ചാനലാണ് യഥാർത്ഥത്തിൽ കേരള വിഷൻ. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. മറ്റുള്ളവരെ ആശ്രയിക്കുകയല്ല, ഇവിടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി ഉണ്ടാക്കി. ഇത്
നടത്തിക്കൊണ്ട് പോവുക, ഇതിൻ്റെ സാറ്റലൈറ്റിൻ്റെയൊക്കെ വാടകയും മറ്റുമൊക്കെ ആയിട്ട് മാനേജ് ചെയ്ത് പോവുക എന്നൊക്കെ പറയുന്നത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. പക്ഷേ ആ കൂട്ടായ്മയിൽ കൂടി, ആ കൂട്ടായ്മയിൽ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ വിവിധ പേരുകളിൽ കേബിൾ നടത്തിയിരുന്നവരെല്ലാം കൂടെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിട്ടാണ് ഈ കേരള വിഷൻ ഇപ്പോൾ രൂപീകൃതമായിട്ടുള്ളത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചാനലായി, നിങ്ങളെല്ലാം അതിൻ്റെ വരിക്കാരാണല്ലോ, നിങ്ങളെല്ലാം കേരള വിഷൻ്റെ വരിക്കാരുമാണല്ലോ, വളരെ പ്രധാനപ്പെട്ട ഒന്നായി അത് മാറിയിരിക്കുന്നു. ഇത് കൂടുതൽ യഥാർത്ഥ വസ്തുതകൾ യാഥാർത്ഥ്യബോധത്തോടുകൂടി വസ്തുതാപരമായി ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് വാർത്താമാധ്യമങ്ങളുടെ ഉത്തരവാദിത്വം. നിർഭാഗ്യവശാൽ ഇപ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന, ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ന്യൂസാണ്, ഫേക്ക് ന്യൂസുകളാണ് പലപ്പോഴും നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ വാർത്താ സംപ്രേഷണം നടത്തുന്ന അപൂർവം ചാനലുകളിൽ ഒന്നാണ് കേരള വിഷൻ. അപ്പോൾ ആ കേരള വിഷൻ വരിക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പോൾ മക്കൾക്ക് A+ ഒക്കെ ലഭിക്കുമ്പോൾ സന്തോഷം കൂടുതൽ ആർക്കാ? പരീക്ഷ എഴുതിയ കുട്ടിക്കോ അതോ അവരുടെ രക്ഷകർത്താക്കൾക്കോ? പരീക്ഷ തുടങ്ങിയാൽ പിന്നെ ഈ 9ാം ഉത്സവം ആർക്കാ? അമ്മമാർക്കാ, അല്ലേ? പലരും ജോലിയുള്ളവർ ലീവ് എടുത്ത് നിൽക്കുക, പിന്നെ പരീക്ഷയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്നത് വരെ എന്തോ ഒരു ടെൻഷനാ, ഒന്നിനും ശ്രദ്ധയും കിട്ടത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പൊങ്ങലും ആർക്കാ? പൊങ്ങലും രക്ഷകർത്താക്കൾക്ക് തന്നെ, അല്ലേ? പിന്നെ റിസൾട്ട് അറിഞ്ഞാൽ, ഇപ്പം നിങ്ങളെല്ലാം A+കാരായതുകൊണ്ട് ആ പ്രശ്നമില്ല, അല്ലേ? ആദ്യം അറിയേണ്ടത് ആരുടെ മാർക്കാ? കൂടുള്ളവരുടെ മാർക്കാ. പൊതുവെ നിങ്ങൾ പിന്നെ ഫുൾ A+ ആയതുകൊണ്ട് ആ പ്രശ്നമില്ല. അല്ലെങ്കിൽ അപ്പുറത്ത് ഫുൾ A+ കിട്ടി, ഇപ്പുറത്തൊരെണ്ണം കുറഞ്ഞും പോയി, കൊച്ചിൻ്റെ കാര്യം പോക്കാ, കൊച്ചിൻ്റെ കാര്യം പോക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ, നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും എല്ലാ കഴിവും ഉണ്ടാവത്തില്ല. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള കഴിവുകൾ ഉണ്ടാകും. ആ കഴിവുകളെ കണ്ടെത്തുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക, അവിടെയാണ് രക്ഷകർത്താക്കളുടെ മിടുക്ക്. ഇപ്പോൾ നമുക്ക് പാടുന്നവരുണ്ടാകും, അല്ലേ? ഡാൻസ് ചെയ്യുന്നവരുണ്ടാകും, വരയ്ക്കുന്നവരുണ്ടാകും. യാന്ത്രികമായ പഠനമല്ല, ക്രിയാത്മകമായ പഠനമാണ്. അവരവരുടെ ശേഷിക്കനുസൃതമായി. ഇപ്പോൾ ഇവിടെ ഫുൾ A+ നേടിയ നിങ്ങളെല്ലാവരും ഒരേ കോഴ്സിനല്ലല്ലോ ചേരുന്നത്. ഉപരിപഠനത്തിന് പോകുമ്പോൾ ഒരേ കോഴ്സല്ലല്ലോ, വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പോൾ വ്യത്യസ്തമായ ടേസ്റ്റുകൾ ഉള്ളവരാണ്. അതിനെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക എന്നതായിരിക്കണം രക്ഷകർത്താക്കളുടെ ഉത്തരവാദിത്വം. പിന്നെ ഇപ്പോൾ ഇവിടെ ഈ അവാർഡ് കൊടുത്തപ്പോൾ ഫോട്ടോ എടുത്തല്ലോ, ആ കിട്ടുന്ന ഫോട്ടോ എന്തോ ചെയ്യും? ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് എന്തോ ചെയ്യത് അപ്പോഴേ സ്റ്റാറ്റസ് ആക്കും, അല്ലേ? ഒരു അഭിമാനമാണ്. മക്കളെക്കുറിച്ച് അഭിമാനത്തോടെ മറ്റുള്ളവരോട് പറയുക എന്നുള്ളത് ഏതൊരു രക്ഷകർത്താവിൻ്റെയും അവകാശമാണ്. അതിനവർക്ക് അവസരമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മക്കളുടെ ഉത്തരവാദിത്വമാണ്. മറ്റത് അവരുടെ അവകാശം, ഇത് കുട്ടികളുടെ ഉത്തരവാദിത്വം. അപ്പോൾ ഇത് രണ്ടും, ആ അവകാശം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ആ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെട്ടിരിക്കുന്നു. ഇതൊരു പ്രോത്സാഹനമാണ്, തീർച്ചയായും ഇതൊരു ഊർജമാണ്. ഇവിടെ ഇപ്പോൾ കേരള വിഷൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ ആദരവ്, അതിന് ലഭിക്കുന്ന ആ മൊമെൻറ്റോ, അല്ലേ? ഒളിമ്പിക്സിന് മെഡൽ കിട്ടിയാലും എന്താ 100 പവനുണ്ടോ? സ്വർണ്ണ മെഡൽ നേടിയെന്ന് പറയും, 100 പവനുണ്ടോ? ഇല്ല. പക്ഷേ 1000 പവനേക്കാൾ മൂല്യമുള്ളതാണ് ആ മെഡൽ. അതുപോലെ ഇവിടുന്ന് ലഭിക്കുന്ന ഒരു മൊമെൻറ്റോ, അതൊരു ഊർജമാണ്. നമ്മളിപ്പോൾ ഒരു ഓട്ട മത്സരം കണ്ടുകൊണ്ട് നിന്നാലും നന്നായി ഓടി വരുന്ന ആളിനെ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വെറുതെ കൈയും കെട്ടി മസിലും പിടിച്ച് നിൽക്കുമോ? സ്വാഭാവികമായിട്ടും കൈയടിച്ചു കൊടുക്കത്തില്ലേ? ആരാന്ന് പോലും അറിയില്ല. ആ കൈയടികൾ കേൾക്കുമ്പോൾ കൂടുതൽ വേഗതയിൽ ഫിനിഷ് ചെയ്യാനുള്ളൊരു ഊർജം ആ ഓട്ടക്കാരന് ലഭിക്കും. അതുപോലെ ഇവിടെ നിന്നും ലഭിക്കുന്ന ഈ ആദരവ് ഭാവിയിൽ
നിങ്ങളുടെ പഠനത്തിന് തീർച്ചയായും ഊർജം പകരും. അപ്പം ഭാവി കേരളത്തിൻ്റെ വാഗ്ദാനങ്ങളായ നാളെ ഈ നാടിൻ്റെ നേതൃത്വമായി മാറേണ്ട എല്ലാവരെയും വിളിച്ച് ആദരിച്ച് അവർക്ക് ഈ ഊർജം ആദരവെന്നത് വഴി അവർക്ക് ഒരു ഊർജം പകർന്നു നൽകിയ കേരള വിഷനെയും അതിൻ്റെ സൗത്ത് വിഷൻ സ്റ്റുഡൻസ് സ്റ്റാർ അവാർഡിന് അർഹരായ വിദ്യാർത്ഥിനികളെയും അവരെ അതിന് സജ്ജരാക്കിയ രക്ഷകർത്താക്കളെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. അതോടൊപ്പം തന്നെ ഈ ഒരു ഒക്കേഷനിൽ നമുക്കെല്ലാവർക്കും അറിയാം, സൗത്ത് സോളാറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫുള്ളി സപ്പോർട്ട് നൽകുന്ന കമ്പനിയാണ് നമ്മുടെ ജെപ്സ് സോളാർ പ്രൊജക്ട് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. സോ ഈ ഒരു ഒക്കേഷനിൽ ജെപ്സിനുള്ള ഒരു ആദരവ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ടൈമാണ്. ഇപ്പോൾ ഈ ഒരു ഒക്കേഷനിൽ ആദരവ് നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഫ്രണ്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് വളരെ സന്തോഷപൂർവ്വം തന്നെ അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് കമ്പനിയുടെ ഡയറക്ടർ ശ്രീ പ്രശോഭ്, അദ്ദേഹത്തെ കൂടി വളരെ സന്തോഷപൂർവ്വം തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു. നമുക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം കേട്ടോ, നല്ലൊരു കൈയടി കൊടുക്കാം. സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വലിയൊരു ഇനീഷ്യേറ്റീവാണ്. അപ്പോൾ അതിനുള്ള ഒരു കംപ്ലീറ്റ്ലി സപ്പോർട്ട് നൽകുന്ന കമ്പനിയാണ് ജെപ്സ് സോളാർ പ്രൊജക്ട് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. സോ ജെപ്സിനുള്ള ഒരു ആദരവ് നൽകുന്ന ടൈമാണ്. ആൻഡ് ചെറിയൊരു ഫോട്ടോ സെഷനും കൂടെ വേണ്ടിയിട്ടുള്ള സമയമാണ്. താങ്ക് യു സോ മച്ച്. അതോടൊപ്പം അടുത്തതായിട്ട് ഒരു ആദരവിനും കൂടെ വേണ്ടിയിട്ടുള്ള സമയമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ദിനചര്യകൾ എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങൾ നമ്മളെ പ്രതിദിനം അനവധി രീതികളിൽ സഹായിക്കുന്നു. ഒരു വീട്ടിൽ സൗകര്യങ്ങൾ ഏറ്റവും കൂടുതൽ മനോഹരവും കാര്യക്ഷമവും ആക്കാൻ സാധിക്കുന്നത് വിശ്വസ്തമായിട്ടുള്ളൊരു ഹോം അപ്ലയൻസസിനാണ്. ഹോം അപ്ലയൻസസ് രംഗത്തെ കൊല്ലത്തിൻ്റെ മുഖമുദ്രയായി മാറിയ ഒരു സ്ഥാപനമാണ് രശ്മി ഹാപ്പി ഹോം. ഈ പരിപാടിയുടെ സ്പോൺസർ കൂടിയായ രശ്മി ഹാപ്പി ഹോംസിനെ ആദരിക്കുന്ന ഒരു ടൈമാണ്. ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് രശ്മി ഹാപ്പി ഹോംസിൻ്റെ ചെയർമാൻ മിസ്സിസ് ദീപ്തി രവീന്ദ്രൻ മാമിനെ നമുക്ക് വളരെ സന്തോഷപൂർവ്വം തന്നെ നല്ലൊരു കൈയടി കൊടുത്ത് ഈ ഒരു സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. സോ രശ്മി ഹാപ്പി ഹോംസിന് ഒരു ആദരവ് നൽകുന്ന സമയമാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട MLA ആണ് ഈ ഒരു സമയത്ത് ആദരവ് നൽകുന്നത്. And congratulations. Thank you so much. അതോടൊപ്പം തന്നെ കുട്ടികൾക്കുള്ള ഒരു അവാർഡ്സ് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടൈമാണ്. നമ്മുടെ MLA തന്നെയാണ് ഈ ഒരു സമയത്ത് അവാർഡ്സ് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ആൻഡ് പേര് വിളിക്കുന്ന കുട്ടികൾ സ്റ്റേജിൻ്റെ സൈഡിലേക്ക്, സീരിയൽ നമ്പർ വിളിക്കുന്ന കുട്ടികൾ സ്റ്റേജിൻ്റെ സൈഡിലേക്ക് പെട്ടെന്നൊന്ന് ക്യുക്കായിട്ട് വരണം. KD4, അതോടൊപ്പം തന്നെ EV1, EV4, EV5, EV6, EV8, EV9, EV11, EV13, EV13, EV14, EV20, EV21, EV22, EV23, EV26, EV27, EV28, EV30, EV31, EV32, EV33, EV34, EV35, EV36, EV37, EV38, EV40, EV41, EV44, EV45, EV46, EV47, EV49, EV51 and EV53. പേര് വിളിക്കുന്ന എല്ലാവരും ഒന്ന് പെട്ടെന്ന് സ്റ്റേജിൻ്റെ സൈഡിലേക്ക് വരണമെന്ന് അനൗൺസ് ചെയ്യുന്നു. ആൻഡ് സ്റ്റേജിലേക്ക് ഫസ്റ്റ്ലി ഇൻവൈറ്റ് ചെയ്യുന്നു KD4. വളരെ സ്നേഹപൂർവ്വം തന്നെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. പേര് വിളിക്കുന്നവരൊന്ന് ക്യുക്കായിട്ട് വരണമെന്ന് അനൗൺസ് ചെയ്യുകയാണ്. KD4 സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. KD4. എൻ്റെ അടുത്തതായിട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ് EV2 ആസിയ സുജീഫ്. EV2 ആസിയ സുജീഫ്. പേര് വിളിക്കുന്നവരൊന്ന് പെട്ടെന്ന് സ്റ്റേജിലേക്ക് വരണമെന്ന് അനൗൺസ് ചെയ്യുന്നു. EV2 ആസിയ സുജീഫ്. അടുത്തതായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു EV4 ആദിൽ HR. EV4, EV4, EV5,
ആദില നിസാം, EV 6, ആദിത്യ R, EV 6, ആദിത്യ R, EV 8, ഐശ്വര്യ ചന്ദ് P, EV 8, EV 5, ആദില നിസാം, EV 5, EV 6 ആണ് അടുത്തത് വരാനുള്ളത്. EV 6, ആദിത്യ R, EV 8, ഐശ്വര്യ ചന്ദ് P, EV 8, EV 8 ആണ്. EV 9, അഖില RS, EV 9, അഖില RS, EV 9, അഖില RS, EV 11, അക്ഷയ് സുനിൽ, EV 11, അക്ഷയ് സുനിൽ, EV 13, അക്ഷയ S, EV 11 ആണ് ഇപ്പോൾ സ്റ്റേജിലുള്ളത്. EV 13, അക്ഷയ S, EV 14, ആൽഫിന ഷാജഹാൻ, EV 14, ആൽഫിന ഷാജഹാൻ. ഇപ്പോൾ സ്റ്റേജിൽ EV 13, അക്ഷയ S ആണുള്ളത്. EV 20, അശ്വതി S, EV 14, ആൽഫിനയാണ് സ്റ്റേജിലുള്ളത്. EV 20, അശ്വതി S. പേര് വിളിക്കുന്നവരൊന്ന് പെട്ടെന്ന് സ്റ്റേജിൻ്റെ സൈഡിലേക്ക് വരണം എന്ന് അനൗൺസ് ചെയ്യുന്നു. EV 20, അശ്വതി S. EV 21, ഭാഗ്യശ്രീ SR, EV 21, ഭാഗ്യശ്രീ SR, EV 21, EV 22, ഭവാനി സാഗർ. അടുത്തതായിട്ട് സ്റ്റേജിൽ വരുന്ന EV 21, ഭാഗ്യശ്രീ SR ആണ്. ആൻഡ് EV 22 ആൻഡ് EV 23 കൂടി സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. EV 22, ഭവാനി സാഗറാണ് സ്റ്റേജിലുള്ളത്. EV 22, EV 23, ധീരജ് D, EV 26, ഫയാസ് ഖാൻ, EV 23 ആണ് ഇപ്പോൾ സ്റ്റേജിലുള്ളത്. EV 23, ധീരജ് D ആണ്. EV 26, അതോടൊപ്പം തന്നെ EV 27നെയും ഇൻവൈറ്റ് ചെയ്യുന്നു. EV 26, ഫയാസ് ഖാൻ S ആണ് കറൻ്റ്ലി ഇപ്പോൾ സ്റ്റേജിലുള്ളത്. EV 27, EV 28നെ ഇൻവൈറ്റ് ചെയ്യുന്നു. കറൻ്റ്ലി സ്റ്റേജിലുള്ളത് EV 27, ഹാജ്ര A, EV 28, EV 30, മുഹമ്മദ് ഖായിസൻ. പേര് വിളിക്കുന്നവരൊന്ന് സ്റ്റേജിലേക്ക് കയറി നിൽക്കണമെന്ന് അനൗൺസ് ചെയ്യുന്നു. EV 28, ജസ്വിൻ സഞ്ജൻ, EV 30, അതോടൊപ്പം തന്നെ EV 31 കൂടി സ്റ്റേജിൻ്റെ സൈഡിലേക്ക് നിൽക്കണം എന്ന് അനൗൺസ് ചെയ്യുന്നു. അടുത്തതായിട്ട് സ്റ്റേജിൽ വരുന്നത് EV 30 ആണ്, മുഹമ്മദ് ഖായിസൻ, EV 30, മുഹമ്മദ് ഖായിസൻ. എന്നെ EV 32 കൂടെ സ്റ്റേജിലേക്ക് വരണം എന്ന് അനൗൺസ് ചെയ്യുന്നു. അടുത്തത് EV 31, മുഹസിന S ആണ് ഇപ്പോൾ സ്റ്റേജിലുള്ളത്. അതോടൊപ്പം തന്നെ EV 32 ആൻഡ് 33 ഒന്ന് പെട്ടെന്ന് സ്റ്റേജിൻ്റെ സൈഡിലേക്ക് കയറി നിൽക്കണമെന്ന് അനൗൺസ് ചെയ്യുന്നു. EV 32 അടുത്തതായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു, നന്ദന 32. EV 34 കൂടി സ്റ്റേജിലേക്ക് നിൽക്കണം. EV 33, നവ്യ രാജേഷ്, EV 33, നവ്യ രാജേഷ്. ആൻഡ് EV 35 കൂടി സ്റ്റേജിലേക്ക് നിൽക്കണം, 35 ആൻഡ് 36. അടുത്തതായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു EV 34, നസ്രിയ, ആൻഡ് EV 35, നസ്രിൻ. EV 36, 37, 38 എല്ലാവർക്കും ഒന്ന് സ്റ്റേജിൻ്റെ സൈഡിലേക്ക് നിൽക്കാം. EV 36, റെയ്ഹാന A, EV 36, റെയ്ഹാന A. EV 37, റെയ്ഹാന I. EV 38, EV 37 ആണ് കറൻ്റ്ലി സ്റ്റേജിലുള്ളത്. EV 38, രേവതി R. അടുത്തതായിട്ട് EV 40, 41 ഒന്ന് പെട്ടെന്ന് സ്റ്റേജിൻ്റെ സൈഡിലേക്ക് നിൽക്കാവുന്നതാണ്. EV 38 ആണ് കറൻ്റ്ലി സ്റ്റേജിലുള്ളത്.
EV40 സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സാബിറ M, EV40. EV41, EV41 സച്ചിൻ. അടുത്തതായിട്ട് 44, 45, 46, 47 എല്ലാവരും ഒന്ന് സ്റ്റേജിലേക്ക് നിൽക്കണമെന്ന് അനൗൺസ് ചെയ്യുന്നു. EV44 സാന്ദ്ര സുനിൽ. EV44 സാന്ദ്ര സുനിൽ. EV45 സാന്ദ്ര എസ്. ആൻഡ് EV46 സവ്യ സന്തോഷ്. EV47 ഷബ്ന NS. 47 EV47. EV47. EV49 സൂരജ് എസ്. EV49. അതിനടുത്തത് EV51 നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വരുന്നത്. തസ്നീം. EV51 സ്റ്റേജിലുള്ളത്. EV51. അടുത്തത് EV53 വിവേക് വിഭാസ് പിള്ളൈ. EV53 സ്റ്റേജിൽ അടുത്തത് വരാനുള്ളത്. ആൻഡ് EV52 വൈഗ എൽ. EV52. അടുത്തതായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു EV16. EV16 അമാന. EV16. EV16 കറൻ്റ്ലി സ്റ്റേജിലുള്ളത്. ആൻഡ് താങ്ക് യു സോ മച്ച് സർ. അടുത്ത പേര് വിളിക്കുന്ന കുട്ടികളെ സ്റ്റുഡൻസ് എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റേജിൻ്റെ സൈഡിലേക്ക് വരേണ്ടതാണ്. സീരിയൽ നമ്പേഴ്സ് ശ്രദ്ധിച്ച് കേൾക്കുക. KL2, KL6, KL7, KL8. പേര് വിളിക്കുന്ന കുട്ടികൾ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റേജിൻ്റെ സൈഡിലേക്ക് വരണം. KL7, KL8, KL9, KL10, KL11, KL12, KL13, KL14, KL18, KL19, KL20, KL21, KL22, KL23, KL25, KL26, KL27, KL28, KL29, KL31, KL32, KL33, KL34, KL35, KL38, KL39, KL40, KL41, KL43, KL42, KL44, KL45, KL46, KL48, KL49, KL50. അതോടൊപ്പം തന്നെ ഈ ഒരു ഒക്കേഷനിൽ സ്റ്റുഡൻസിനുള്ള ആദരവ് നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട രശ്മി ഹാപ്പി ഹോംസിൻ്റെ ചെയർമാൻ ദീപ്തി രവീന്ദ്രൻ മാമിനെ വളരെ സ്നേഹപൂർവ്വം തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പോൾ പേര് വിളിക്കുന്ന കുട്ടികൾ കറക്റ്റായിട്ട് ഒന്ന് ക്വിക്കായിട്ട് സ്റ്റേജിലേക്ക് വരണമെന്ന് അനൗൺസ് ചെയ്യുകയാണ്. KL2, KL2 ആലിയ N. ഒന്ന് പെട്ടെന്ന് സ്റ്റേജിലേക്ക് വരാം. KL2, KL2, ആലിയ N, KL2, KL6, 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 KL6 അഭിജിത്ത് S,
KL7 തൊട്ട് KL14 വരെയുള്ള സ്റ്റുഡൻസിനൊന്ന് ഓർഡർ അനുസരിച്ച് കറക്റ്റായിട്ടൊന്ന് ഫ്രണ്ടിലേക്ക് സ്റ്റേജിൻ്റെ സൈഡിലേക്ക് നിൽക്കാം. ഇപ്പോൾ സ്റ്റേജിലുള്ളത് KL6 ആണ്. നെക്സ്റ്റ്ലി KL7, KL7 അബിന SJ, KL7 അബിന SJ. അടുത്തത് KL8 അഭിനന്ദ് A, KL8 അഭിനന്ദ് A. നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം കേട്ടോ. ഇടയ്ക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. KL9 അഭിനന്ദ A, KL9 ആണ് അടുത്തത് സ്റ്റേജിലുള്ളത്, അഭിനന്ദ A. KL10 അഭിനവ് A, KL10 അഭിനവ് A സ്റ്റേജിലേക്ക് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. അടുത്തതായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു KL11 അഭിനവ് R, KL11 അഭിനവ് R സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അഭിനവ് R, KL11 അഭിനവ് R. അടുത്തതായി KL12 അഭിനവ് S, KL12 അഭിനവ് S. അടുത്തത് KL13 അഭിരാമി S, KL13 അഭിരാമി S. KL14 ആദിത്യൻ A, KL14 ആദിത്യൻ A. KL18 തൊട്ട് 23 വരെയുള്ളവർക്ക് പെട്ടെന്നൊന്ന് സ്റ്റേജിലേക്ക് കയറി നിൽക്കാം. സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു KL18 അഫ്ര ഫാത്തിമ, KL18 അഫ്ര ഫാത്തിമ. ഒരിക്കൽ കൂടി അനൗൺസ് ചെയ്യുന്നു KL18 തൊട്ട് 23 വരെയുള്ളവർ സ്റ്റേജിലേക്ക് ഒന്ന് കയറി നിൽക്കണം എന്ന് അനൗൺസ് ചെയ്യുകയാണ്. ഒന്ന് ക്വിക്കായിട്ട് സ്റ്റേജിലേക്ക് നിൽക്കാം. KL18 KL19 ആണ് അടുത്ത സ്റ്റേജിൽ വരാനുള്ളത്, അഫ്ര S, KL19. അഫ്ര S. അടുത്തത് KL20 അഗാത്ത നന്ദൻ, KL20. KL21 ആണ് അടുത്തത് സ്റ്റേജിൽ വരാനുള്ളത്, KL21 ഐശ്വര്യ B. അടുത്തത് KL22 അഖില സേവ്യർ, KL22 അഖില സേവ്യർ. KL23 അൽജിവ ഫാത്തിമ, KL23 അൽജിവ. അടുത്തത് KL25 തൊട്ട് 29 വരെയുള്ളവർക്ക് പെട്ടെന്നൊന്ന് സ്റ്റേജിലേക്ക് കയറി നിൽക്കാം. KL25 to 29 സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു KL25 അൽവിയ അൻസാർ, KL25 അൽവിയ അൻസാർ. 29 വരെയുള്ള നമ്പേഴ്സിനൊന്ന് പെട്ടെന്ന് സ്റ്റേജിലേക്ക് നിൽക്കാം. KL25 സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു അൽവിയ അൻസാർ, KL25 25 KL26 അൽവിയ S, KL26 അൽവിയ S. KL27 അടുത്തത് സ്റ്റേജിൽ വരാനുള്ളത്, അൽസിയ TS, KL27 അൽസിയ TS. അടുത്തത് KL28 അമൽരാജ് S, KL28 അമൽരാജ് S. KL29 അമീന H സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു, KL29 അമീന H. അടുത്തത് KL31 അനഘ RS, KL31 to 35 വരെയുള്ളവർ പെട്ടെന്നൊന്ന് സ്റ്റേജിലേക്ക് കയറി നിൽക്കാം. 31 to 35 വരെയുള്ളവർ. KL32 അനാമിക ഉണ്ണി, KL32. KL32 ആണ് ഇപ്പോൾ സ്റ്റേജിലുള്ളത്, KL32. അടുത്തത് KL33 അനന്തലക്ഷ്മി, KL33 അനന്തലക്ഷ്മി.
33 ഇപ്പോൾ കറൻ്റ്ലി. KL 34 അനന്യ BS. KL 34 അനന്യ BS സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ആൻഡ് KL 35 അനന്യ S രാജ്. KL 35 അനന്യ S രാജ്. ആൻഡ് 38 to 46 വരെയുള്ളവരൊന്ന് പെട്ടെന്ന് സ്റ്റേജിലേക്ക് വരണം എന്ന് അനൗൺസ് ചെയ്യുന്നു. KL 38 അഞ്ജലി M. KL 38 അഞ്ജലി M. 38 to 46 വരെയുള്ളവരൊന്ന് പെട്ടെന്ന് സ്റ്റേജിലേക്ക് കയറി നിൽക്കാം. KL 38 ആണ് ഇപ്പോൾ സ്റ്റേജിലുള്ളത്. KL 39 അഞ്ജലി R. KL 39. അടുത്തത് KL 40 അഞ്ജന പ്രകാശൻ S. ആൻഡ് KL 41 അഞ്ജന R ചന്ദ്രൻ. KL 41. KL 43 അഞ്ജന R. KL 43 അഞ്ജന R സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അടുത്തത് KL 44 അന്ന മരിയ S. KL 44 അന്ന മരിയ S. ആൻഡ് KL 45 അൻസിയ S. KL 45 അൻസിയ S. അടുത്തത് KL 46 അനുശ്രീ R. KL 46 അനുശ്രീ R. അടുത്തത് KL 48 അപർണ AS. KL 48. KL 49 അപർണ വിജയൻ. KL 49 അപർണ വിജയൻ. KL 50 അപർണ B. ആൻഡ് KL 2 ആലിയ N സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. KL 2 ആലിയ N. KL 2 സ്റ്റേജിലുള്ളത്. അടുത്തതായിട്ട് PN 5 ആൻഡ് PN അജോ ഫെർണാണ്ടസ്. PN 5. അടുത്തത് PN 29 ഷാലിമ S.